ഈ ബീച്ചിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാന്ന് പറയാൻ പറ്റുമോ? കാണാറുണ്ട് ട്ടോ. ആണ് എങ്ങനെയുണ്ട്? ഇപ്പോഴാണ് നമ്മൾ ഇതിനെ കുറിച്ച് എൻജോയ് ചെയ്യുന്നത്. ഇപ്പോഴാണ് കോഴിക്കോടായി മാറിയത്. ഇവൻ ചാമ്പാൻ തോന്നുന്നുണ്ട്. ഓനത് പ്രാങ്കോ അല്ലതാ. ഞാൻ അങ്ങനെ തന്നെ ചോദിക്കല്ലേ. എനിക്ക് തൊപ്പിയില്ലേ, തൊപ്പിന്റെ ലൈവ് എങ്ങനെയുണ്ട്? ഇതിലാരാണ് ഏറ്റവും അടിപൊളിയായിട്ട് പാട്ടൊക്കെ പാടുക? ഇതിലില്ലേ, ഇതില് വേടനെ തോൽപ്പിക്കുന്ന ഒരു റാപ്പർ ഉണ്ട്. ആ റാപ്പറെ പാട്ട് ഇതിലുണ്ട് ഓൾറെഡി. അത് നിങ്ങൾ ഈ വ്ളോഗ് അപ്ലോഡ് ആകുമ്പോൾ കേൾക്കും. ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കോഴിക്കോട് ബീച്ചിലാണുള്ളത്. അപ്പോൾ കോഴിക്കോട് ബീച്ച് നൈറ്റ് ലൈഫ് നിങ്ങളെ മുന്നിലേക്ക് അന്ന് കാണിക്കാൻ വേണ്ടി പോവാണ്. ഫുൾ അടിപൊളിയായിരിക്കും. ചെറിയ ഒരു മോഡലായിട്ട് ചെറിയൊരു പ്രാങ്ക്, ചെറിയൊരു ക്വസ്റ്റ്യൻസ്, ചെറിയ ഒരു ടാസ്ക്, ചെറിയ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അങ്ങോട്ട് അപ്ലോഡ് ചെയ്യുക. അതാണ് എൻ്റെ ഒരു ഡയറക്ഷൻ. അപ്പോൾ ഓക്കെ അങ്ങനെ ഞാൻ ഒരു ടീ കുടിക്കാൻ വേണ്ടി സ്റ്റാർബക്സ്. ഇവിടെ വലിയ പൈസയാണ്, അങ്ങനെ സാധാരണക്കാർക്ക് കുടിക്കാൻ കഴിയില്ല, നല്ല വലിയ റേറ്റാണ്. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഗൈസ്, ഇനി നമ്മൾ തുടങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇപ്പുറത്തേക്ക് നോക്കുമ്പോൾ നമ്മളെ ലൈറ്റ് വളരെ കുറവാണ്. ഇന്ന് ഇവിടെ ഒരു കാലക്കും ഗൈസ്. ഫസ്റ്റ് നമ്മൾ ഈ സൈഡ് മുതൽ ആ സൈഡ് വരെ നൈറ്റ് ലൈഫ് എങ്ങനെ ഉണ്ട് നോക്കാം, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, ഒരു സൈഡിൽ പാട്ട് പാടുന്ന പോലുണ്ട്, ഒരു സൈഡിൽ കുറേ ആൾക്കാർ ഇരിക്കുന്ന പോലുണ്ട്. മച്ചാനെ, ബീച്ചിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്? എന്താ അതിനോ പറഞ്ഞെടുത്ത? പ്രകൃതി ഭംഗി, പുതിയ സൗഹൃദം, വേറെ ഒന്നുമില്ല. ഇവിടെ എന്തെങ്കിലും പാർക്കായിട്ടോ എൻജോയ്മെന്റ് ഉണ്ട്, നല്ല ഉണ്ട്. ഇത്രേ ഉള്ളൂ. പിന്നെന്താ, പുതിയ മുഖങ്ങള് കാണാ, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഓക്കെ, ബ്രോന്റെ പേരെന്താ? എൻ്റെ പേര് മുഹമ്മദ് അബ്ദുൽ നിഹാൽ. ഓക്കെ, ഒരു ഹായ് പറഞ്ഞോളൂ. ഹായ്, ബായ്. ഇനിയുണ്ട്. ഞാൻ എന്താ പറയാ, ലൈറ്റ് ലൈഫ് ഇതൊക്കെ തന്നെ. വെറുതെ വന്ന് ബീച്ചിലിരിക്കുക, ചില്ല് ചെയ്യുക, കമ്പനിക്കാരായിട്ട്, അതൊക്കെ തന്നെ ഫുള്ള് വൈബാക്കുക. അവിടെ വന്നിട്ട് അവിടെ കുറെ പാട്ടുണ്ടാവും, കുറെ ഡാൻസ് കളി ഉണ്ടാവും, അത് കണ്ടിക്കുക. ഏത് സമയത്താണ് ഇവിടെ ഏറ്റവും തിരമാല കൂടുതൽ ശക്തമായിട്ട് അടിക്കുന്നത്? രാത്രി കുറവാണ് പൊതുവെ. രാവിലെ ഉച്ച സമയത്തൊക്കെ നല്ല ഇതാണ്, തിരയാണ് അടിച്ച് ഇങ്ങോട്ടേക്ക് കയറും. ഇപ്പൊ ഏത് ദിശയിലൂടെ കാറ്റ് വീശുന്നത്? ബാക്കുന്നു. എന്നാലും കടലിന്റെ അപ്പുറം ഗൾഫാണല്ലോ, ഗൾഫിൽ നിന്ന് ഇങ്ങോട്ടാ നമ്മള് കുറച്ച് ചെറിയ ബ്രേക്കിലായിരുന്നു, നമ്മള് മറന്നുപോയോ? ബ്ലോഗർ. അപ്പോൾ ഇൻഷാല്ലാ കാണാം. ഓക്കെ, ഹായ് ഗൈസ്. ഹായ്, പേരെന്താ? ഫാത്തിമ. ജാസ്മിൻ. ഓക്കെ, ഈ ബീച്ചിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാന്ന് പറയാൻ പറ്റുമോ? ബീച്ചിൽ നൈറ്റ് ലൈഫിൽ വരുത്തേണ്ട മാറ്റങ്ങൾ? ലൈറ്റ് വേണം, പിന്നെ കുറച്ച് ഷോപ്സ് വേണം. അത്രേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഓക്കെ. അപ്പോൾ ഇത്രയും പറഞ്ഞത് വളരെ താങ്ക്സ്. അപ്പോൾ നമ്മളൊരു യൂട്യൂബ് ചാനലാണ്, അനസ് വ്ലോഗ് 21. അപ്പോൾ ഒരു ഹായ് പറഞ്ഞോളൂ. ഓക്കെ, ബൈ ഗൈസ്. അപ്പോൾ ചെറിയ നമുക്ക് വലിയ ആൾക്കാരെ പിടിക്കാം ഗൈസ്. അല്ല, ഒന്നുകൂടി പറഞ്ഞോളൂ. എന്താണ് വെള്ള ഷർട്ട് ഇട്ട ആളെ കണ്ടെങ്കിൽ ടീഷർട്ട് ഓനെ മാത്രം നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. കോഴിക്കോട് വേണ്ട അത്ര റീച്ച് ഉള്ള ആളില്ല. നിങ്ങൾ കഴിച്ചില്ല ഇതവിടെ പറഞ്ഞു. അപ്പോൾ ഈ ബീച്ചിൽ രാത്രി കാലങ്ങളിൽ ഇങ്ങനെ നടക്കുമ്പോൾ ഈ കാട്ടിലൂടെ ഉണ്ടാവുന്ന ഈ ഒരു ഇതില്ലേ, ഒരു അത് പറയാൻ വേണ്ടി പറ്റും. കാട്ടിലൂടെ നടക്കുന്നതിന്റെ അല്ല, ഈ ബീച്ചിലേക്ക് രാത്രി ഇങ്ങനെ ഇറങ്ങി വരുമല്ലോ, അപ്പൊ കാടൊക്കെ ഉണ്ടാവുമ്പോഴുള്ള ഒരു അവസ്ഥ ഉണ്ടല്ലോ, ഈ ബീച്ചിനെ ബാധിക്കോ? കറക്റ്റ് ബീച്ചിൽ കുറെ വട്ടം പറഞ്ഞാൽ എനിക്ക് ക്വസ്റ്റ്യൻ മറന്നു പോകും. ബീച്ചിൽ രാത്രി വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ ഇത് കണ്ടില്ലേ, കൊറേ ലൈറ്റ് വെച്ചിരിക്കുന്നേ, ഒക്കെ കെട്ട് കിടക്കുക, അതൊക്കെ വീണ്ടും കത്തണം. ഓക്കെ, അത് ആരോടാ പറയേണ്ടത്? ഇത് ആരാണോ വെച്ച് അവരോട് പറയണം. ഒരു ഹായ് പറഞ്ഞു. ഒരു ഹായ്. ഹായ്. ഇവിടെ ഫുൾ സ്ട്രീറ്റ് ലൈഫ്.
ഇവിടെ ക്യാമറ എല്ലാവർക്കും പേടിയാ തോന്നുന്നു ഗൈസ്. എല്ലാവരും യെസ് പറയൂ. തിരമാലകളുടെ എണ്ണത്തിന്റെ അളവിൽ കുറഞ്ഞാലുള്ള ഈ ഭൂമി കുലുക്കത്തിന്റെ മാറ്റങ്ങളെ കുറിച്ച് 2 വാക്ക് പറയാൻ വേണ്ടി പറ്റും? എന്താ പറഞ്ഞേ? ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ പറയും, ഒന്നുകൂടെ പറയും, ഞാൻ ശ്രദ്ധിച്ചില്ല. 1 time 1 question, only answer with me. Go. കഴിഞ്ഞോ? ഓക്കെ. നമ്മളറിയോ? ഇല്ല. ഒരു ഹായ് പറഞ്ഞോ. ഹായ്. പേരെന്താ? സുദേവ്. പേരെന്താ? സംശീത്. ജസ്റ്റ് ഒരു പ്രാങ്ക് ആയിട്ട് ചോദിച്ചാണ്. ആയിക്കോട്ടെ. ഓക്കെ. യോനോടല്ലേ ചോദിച്ചു, അതിനെക്കുട്ടി ഞാൻ കേട്ടില്ല. ഓക്കെ. അപ്പോൾ എന്നാലും ബൈ. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ കോഴിക്കോട് ബീച്ചിലൂടെ ഇങ്ങനെ നടന്നിങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. ഇവിടെ ബീച്ചിൽ രാത്രി കാലങ്ങളിൽ ജോഗിങ്ങിന് ഇറങ്ങണവരുണ്ട്, സൈക്കിൾ യാത്രകൾ ചെയ്യണവരുണ്ട്, ഒക്കെ ഫ്രീഡമായിട്ട് ഇങ്ങനെ നടക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ കോഴിക്കോട് ബീച്ച്. അപ്പോൾ സൈക്കിളിൻ്റെ ഓണർ ഇത് അവിടെ ഉണ്ട്, നമുക്ക് സംസാരിക്കാം. ഓക്കെ. ഹലോ, എന്താ പേരെന്താ? അനൂസിനാൻ. ഓക്കെ. എവിടുന്ന് വരുന്നു? ഞാൻ നിയറസ്റ്റ് ഇവിടെ തന്നെ, മുഖദാർ. ഓക്കെ. എങ്ങനെയുണ്ട് ഈ കോഴിക്കോട് ബീച്ചിൽ ഈ നൈറ്റ് ലൈഫ്? നൈറ്റ് ലൈഫ് ഞാനങ്ങനെ ഇടയ്ക്ക് എൻ്റെ വീടോട് നിയറസ്റ്റ് ഉണ്ട്, 2 കിലോമീറ്റർ ഉള്ളൂ. മുഖദാറാണ്. ഫുഡ് കഴിച്ച് ഇങ്ങനെ ഇറങ്ങും. വേറെ എക്സസൈസ് ഒന്നും ഇല്ലല്ലോ. എക്സസൈസ് ഒന്നും ഇല്ല. ഇതൊരു എക്സസൈസ് ആയിട്ട് എടുക്കണം. കോഴിക്കോട് ബീച്ചിൽ നൈറ്റ് ലൈഫിൽ വരുത്തേണ്ട കുറച്ച് മാറ്റങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടി പറ്റും? ഇവിടെ ഇപ്പോൾ ലൈറ്റ് ഇല്ല, അതൊരു പ്രശ്നമായിട്ട് തോന്നുന്നുണ്ട്. ആൾക്കാർ ഒട്ടുമിക്ക ആൾക്കാരും എൻ്റെ അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ. ഞാൻ ഓരോന്ന് പോയി പിടിക്കട്ടെ. അപ്പോൾ ഓക്കെ. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് അനസ്ലോക്ക് 21. ബൈ. ഹൈസ്. ഒരു കൂക്കും വിളിച്ച് ഒരു ടീം അങ്ങോട്ട് പോയിട്ട് എന്താ പോട്ടെ ഇന്ന് പൊക്കിയിട്ട് തന്നെ കാര്യം. ക്യാമറ എല്ലാവർക്കും പേടിയ ഗൈസ്. പോരടാ, ഓടണ്ട. എല്ലാവർക്കും ക്യാമറ പേടി, ഭയം ഇരിക്കത്. അപ്പൊ ഗൈസ് ഈ സൈഡില് ഫുള്ള് വെളിച്ചുമില്ല, ഇരുട്ട് മൂടിയിട്ട് വേറെ നൈറ്റ് ലൈഫ്. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ അത്യാവശ്യം വെളിച്ചവും മറ്റേതൊക്കെ കിട്ടി, എല്ലാം ഓക്കെ ആയി, ഫുൾ സെറ്റായി. കാരണം ഇവിടെ സ്റ്റാർബക്സ് ഉണ്ട്, ഇതിൻ്റെ ഒരു വെളിച്ചം തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. ചെറുതായിട്ട് ചെയ്യലുണ്ട്. കണ്ടിക്കണോ? എങ്ങനെയുണ്ട് ഈ കോഴിക്കോട് ബീച്ച്? കുഴപ്പമില്ല. ഓക്കെ. ഈ കോഴിക്കോട് ബീച്ചിൽ നൈറ്റ് ലൈഫിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്? നൈറ്റ് ലൈഫിൽ എന്ത് പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ എങ്ങനെ ഉഷാറല്ലേ? ഓക്കെ. ഇപ്പം എത്ര കാറ്റടിച്ചിട്ടുണ്ടാവും ഈ ഒരു കരയിലേക്ക്? എന്തൊക്കെ ആവാൻ ഞങ്ങൾക്ക് ആഗ്രഹം? എന്തെങ്കിലുമൊക്കെ പൈസ കിട്ടണ പണി, നല്ലൊരു പണി. ഗൈസ് നല്ല വെളിച്ചവും നല്ല ഒരു എന്താ പറയുക, ഒരു നല്ലൊരു മൊമെൻ്റാണ് ഇവിടെ. ഈ സ്റ്റാർബക്സിൻ്റെ ഈ ഒരു വെളിച്ചത്ത് ഇവിടെ ഇരുന്ന് നല്ലൊരു പാട്ടൊക്കെ കേട്ട് ഇതാ ഇവിടെ ഇങ്ങനെ ഫോണിൻ്റെ കവറ് ഇതൊക്കെ വിറ്റ് ഉപജീവന മാർഗം. എങ്ങനെ ഹാപ്പി അല്ലേ? കവറിനൊക്കെ എത്ര വില ഫോണിൻ്റെ പൗച്ചിന്? ഓക്കെ ഗൈസ്, 150 റുപ്യക്ക് എടുത്ത് കൊണ്ടുപോയിക്കോളില്ലേ? ഏതെടുത്താലും 150 അല്ലേ? ഓക്കെ, നല്ല ഹാപ്പി ആക്ക്. അപ്പോൾ ഗൈസ് അങ്ങനെയൊക്കെയാണ് ഇവിടെ കോഴിക്കോട് ചെറിയ ചെറിയ കൊച്ചു മാർഗങ്ങളിലൂടെ ജീവിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾ പിന്നെ ക്യാമറയിൽ കണ്ടിട്ടുണ്ടാവുക, ചെറിയ ലൈഫ്, ചെറിയ പൈസ വെച്ചിട്ട്. അപ്പോൾ അവിടെ ഒരു ദിവസം എൻ്റെ വീഡിയോ ഇടണമെന്നുണ്ട്. അതോ അതിൽ സ്ക്രീനിൽ എൻ്റെ വീഡിയോ വെക്കണം ഒരു ദിവസം. ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കാണാൻ പറ്റിയിട്ടുണ്ട്. ഞാനിങ്ങനെ നൈറ്റ് ലൈഫായിട്ട് ഇങ്ങനെ വന്നതാണ്. അപ്പോൾ എങ്ങനെയുണ്ട് കോഴിക്കോട് ബീച്ച് നൈറ്റ് ലൈഫ്? അടിപൊളിയാണ്. ഓക്കെ, കുഴപ്പമില്ല, സുജാറ. ഓ അടിപൊളി. ഈ കോഴിക്കോട് ബീച്ചിൽ ഇനിയിപ്പോൾ നൈറ്റ് ലൈഫിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്? എനിക്കിപ്പോൾ വലിയ മാറ്റം വരാനൊന്നും ഇവിടെ ഇല്ല. കുറച്ച് ഹൈജീൻ്റെ കമ്മിയുണ്ട്, ബാക്കിയൊക്കെ ഓക്കെയാണ്. പിന്നെ ഇപ്പം എന്താ പറയാൻ, ഓക്കെയാണ്. ഞാൻ ഇപ്പോൾ 2 ദിവസമായി എത്തിയിട്ടുള്ളു. അപ്പോൾ അങ്ങനെ നിങ്ങൾ യൂട്യൂബർ ആണല്ലേ? അവിടെ എന്താണ് എന്തെങ്കിലും 2 വാക്ക് പറഞ്ഞു? 2 വാക്ക്. ഇവിടെ മെട്രോന്റെ കമ്പനി.
അതൊക്കെ തോന്നിയിട്ടുള്ളൂ. മെട്രോ ബീച്ചിലല്ല ഞാൻ പറഞ്ഞത്, ഞാൻ കോഴിക്കോടായിരുന്നു. സീനില്ല. ഓക്കെയാണ്. ഓക്കെ എന്നാല് എന്നാ പോയി എന്നാല്. ഓക്കെ ബൈ ബൈ ബൈ. ഓ ഓക്കെ. ഇവിടെ മെട്രോന്റെ കുറവുണ്ട്. ഓക്കെ, അതാണ് വേണ്ടി മെട്രോ ഗൈസ്. അപ്പോൾ മേലെ കൂടെ ഒരു മെട്രോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ വലിയ ആൾക്കാർ കാണാന്ന് വെച്ചാൽ ഒരു മെട്രോ സെറ്റപ്പ്. ഓക്കെ, എങ്ങനെയുണ്ട് ബീച്ച് നൈറ്റ് ലൈഫ് എങ്ങനെയുണ്ട്? ഹായ് ഹായ് പറയ് എന്താണ് ഇത് അവിടെ കൊടുക്കല്? കോഴിക്കോട് ബീച്ചിൽ നൈറ്റ് ലൈഫ് ഇങ്ങനെ പ്രേക്ഷകർക്ക് വേണ്ടി ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പ്രേക്ഷകരോട് ഈ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? നൈറ്റ് ലൈഫ് എങ്ങനെയുണ്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് വയസ്സുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് പ്രായം തോന്നൂല. എങ്കിലും ഇപ്പോഴാണ് നമ്മൾ ഇതിനെക്കുറിച്ച് എൻജോയ് ചെയ്യുന്നത്. ഇപ്പോഴാണ് കോഴിക്കോടായി മാറിയത്. ഇനിയും ഒരുപാട് എന്താണ് പറയുക, പാർക്കിംഗ് ഒക്കെ വളരെ കുറവാണ്. 2 മണി 3 മണി ടൈമിനൊന്നും വന്നാൽ അവിടെ പാർക്കിംഗ് കിട്ടാനില്ല. അപ്പോൾ അതൊക്കെ ഒന്നുകൂടി വിപുലീകരിച്ചിട്ട് പിന്നെ ഒരു ഫ്രീഡം ഒന്നും കൂടി ഫ്രീഡം ആക്കി എടുക്കണം. ഇവിടെ പോലീസൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒതുങ്ങണം. ഗൈസ്. ഇനി നമുക്ക് കോഴിക്കോട് ബീച്ചിൽ ഹായ് പേരെന്താ? അപർണ, ഹർഷ, രേഷ്മ. ഈ കോഴിക്കോട് ബീച്ചിൽ രാത്രി കാലങ്ങളിൽ സേഫ് ആണോ? കുഴപ്പമില്ല, കുഴപ്പമില്ല. നമ്മൾ സേഫായി നോക്കിയാൽ മതി. കുഴപ്പമില്ല. ഓക്കെയാണ്. ഈ കോഴിക്കോട് ബീച്ചിൽ രാത്രി കാലങ്ങളിൽ വരുത്തേണ്ട കുറച്ച് മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഞാനില്ല ചേട്ടാ, ഞങ്ങൾ കോഴിക്കോടല്ല, എവിടുന്നാ വരുന്നത്? അത് ചോദിക്കാൻ മറന്നുപോയി. കണ്ണൂരിൽ എങ്ങനെയാണ്? അടിപൊളിയാണോ? നൈറ്റ് ലൈഫ് ഒന്നുമില്ല, ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നും കാണാൻ മാത്രമൊന്നുമില്ല. ഓക്കെ. ഇനി എന്തെങ്കിലും ഒരു 2 പോയിന്റ് കോഴിക്കോട് ബീച്ചിനെ കുറിച്ച് 2 വാക്ക് പറയാൻ വേണ്ടി പറ്റുമോ പ്രേക്ഷകരോട്? നല്ല ബീച്ചാണ്. മതിയില്ലേ? ഓക്കെ എന്നാല്. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് അനസ് വ്ലോഗ് 21. ഒരു ഹായ് പറഞ്ഞോളൂ. ഓക്കെ ബൈ. അപ്പോൾ ഗൈസ്, ഇങ്ങനെ കോഴിക്കോട് നൈറ്റ് ലൈഫ് എന്ന് വെച്ചാൽ ഇങ്ങനെ വിശാലമായിട്ട് നല്ല കടൽക്കാറ്റും കൊണ്ട് നല്ല അടിപൊളി ഹാപ്പിനെസ്സിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റിയ ഒരേ ഒരു ബീച്ച് ഉണ്ട് എന്ന് വെച്ചാൽ അത് കോഴിക്കോട് ബീച്ചായിരിക്കും ഗൈസ്. ഞാൻ അങ്ങനെ പൊക്കി പറയല്ല, അത് ഇവിടെ വന്ന് ഫീൽ ചെയ്തവർക്ക് മാത്രമേ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഹായ്, വാട്ട് ഈസ് യുവർ നെയിം? ഓക്കെ, വേർ ആർ യു ഫ്രം? ഇവിടെ തന്നെ. ഇവിടെ തന്നെ. ഓക്കെ, എങ്ങനെയുണ്ട് ഈ കോഴിക്കോട് ബീച്ച്? ഓക്കെ. ഈ കോഴിക്കോട് ബീച്ചിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ് രാത്രി കാലങ്ങളിൽ? ഓക്കെ സോറി, എന്താ മാറ്റണ്ടേ? അവിടെ കുറച്ചും കൂടെ കട, കുറേ ടൈം, ഒരു 2 മണി വരെ ഇവിടെ ഒക്കെ വേണം കട. ഈ ഫുഡ്സിന്റെ ഒക്കെ കുറച്ചുകൂടി ടൈം കുറച്ച് രണ്ടാൾക്ക് പറയാം. ഇങ്ങോട്ട് വാ. മീൻസ് ഈ ഫുഡ് ഈ ഇപ്പല്ലേ ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ ഫുഡൊക്കെ വേദാക്കൂലേ, അത് കുറച്ചുകൂടി ടൈം ലെങ്ത് ആക്കണേ. ടൈം ലെങ്ത് ആക്കണേ. പിന്നെ ഒരു ടോയ്ലറ്റ് ആണ്, എന്തായാലും ടോയ്ലറ്റ്. ആ ഒരു ഇവിടേക്ക് കുറച്ച് മീൻസ് ഒരു സാധനം കൂടി ഉണ്ടെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും കൂടെ ഒരു പാലൊക്കെ വന്നിട്ടുള്ള ഒരു സെറ്റപ്പ് എങ്ങനെ ഉണ്ടാവും? അതെങ്ങനെ ഉണ്ടാവും? നൈസ് ആവില്ല? അടിപൊളിയാവും. ഒരു നടപ്പാലെങ്കിലും വേണം. അതെ അതെ. കാറും വണ്ടി പോയില്ലെങ്കിൽ നടപ്പാലെങ്കിലും വേണം. പിന്നെ ഈ രാത്രി കാലങ്ങളിൽ ഈ പട്ടികളെ ശല്യം, അതിനെ കുറിച്ച് എന്താ പറയാ? ഇവിടെ അങ്ങനെ പട്ടികളതൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. ഓക്കെ ഓക്കെ ആണല്ലേ? ഓക്കെ, ഞാൻ പോയി. ഓക്കെ നല്ല ബൈ. അപ്പൊ നമുക്ക് കുറച്ച് കടല നിന്നുള്ള കുറച്ച് ടീംസിനെ കിട്ടിയിട്ടുണ്ട്. കടല എങ്ങനെയാണ് ഈ കോഴിക്കോട് ബീച്ച് ആസ്വദിച്ച് ചെയ്യുമ്പോൾ? നല്ലൊരു പ്രകൃതിയിലൊരു കടലേക്കോ? അങ്ങനെയാണ്, നന്മമാരാണ്. അത് കണ്ടില്ല മറ്റേ സാധനം. പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ലീഗലായിട്ട് എന്താ നമുക്ക് ഇവിടെ ബീച്ചിൽ ചെയ്യാൻ പറ്റുള്ളൂ? ഞാൻ യൂട്യൂബിൽ എനിക്ക് 10 ഫോളോവേഴ്സിന് താഴെ ആയപ്പോൾ തന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങി. 10 അല്ല, ഒരു 100 ഫോളോവേഴ്സ് ഒക്കെ അന്നേ ഞാൻ ഫോളോ ചെയ്യാൻ. അക്കൗണ്ടിന്റെ പേരെന്താ? എനിക്കറിയാം. ഞാൻ ഇപ്പൊ നോക്ക്, ഒരു 100 രൂപ മറ്റേ പരിപാടി ഉണ്ടല്ലോ, അന്നേ ഫോളോ ചെയ്യണേ ആണ്.
എന്നാ ഇന്റെ ഒരു വെള്ളം കൊടുക്കണോ ചെയ്യാൻ വെള്ളം കൊടുക്കേ പോലീസുകാരന് പോലീസുകാരനോ ഞാനോ ഞാനേ നിങ്ങൾക്ക് ആളെ തെറ്റി അല്ലല്ല അല്ല ഞാൻ പോലീസുകാർക്ക് ഇത്രയും കാലമായിട്ട് പച്ച വെള്ളം പോലും കൊടുത്തില്ല പോലീസുകാരാ നിന്റെ ചാനലിന്റെ പേരെന്താ 4 ഓപ്ഷൻ കൊണ്ടാ 4 ഓപ്ഷൻ കൊണ്ടാ ഓക്കെ മണിക്കുട്ടി ഓടിത്തു ബ്ലോഗ് അല്ല വേണ്ട ഏറ്റവും ഒരു ക്ലൂ ഞാൻ പറഞ്ഞുതരാം എന്റെ മെയിൻ ഹൈലൈറ്റ് ഇവിടെ ആരോട് ചോദിച്ചാലും ബാക്കി പറഞ്ഞുതരും 21 കാലിക്കറ്റോ ഞാൻ 21 21 മണിക്കൂർ ഇവിടെ ഉണ്ടാവും ഇന്ത്യൻ പ്ലെയർ ആണ് ആളെ ആണോ ഗൈസ് ഇപ്പൊ നമ്മളെ ബ്ലാക്ക് ടീഷർട്ട് ഇട്ട ഇന്ത്യൻ പ്ലെയർ അപ്പൊ ഇന്ത്യൻ പ്ലെയറിൽ വരുമ്പോ എങ്ങനെയാണ് നിങ്ങൾ കളിയൊക്കെ എങ്ങനെയാണ് മെസ്സിനെ കാണാൻ പറ്റുമോ കണ്ടോ ഇൻസ്റ്റാഗ്രാമിന്റെ അക്കൗണ്ട് കാണിച്ചു എന്റെ മോനെ ഗൈസ് ഈ ഒരു പ്ലെയർ ആണ് ഇത് ഇത് കേരള പ്ലെയർ വായിക്കും ഫുട്ബോളർ. ഓക്കെ നല്ല പ്ലെയർ പഞ്ച് പൈസക്കില്ല. കളിയൊക്കെ ഉണ്ടാവല്ലോ ഇപ്പൊ എവിടെ കളി ഇപ്പൊ എങ്ങനെ കളി എങ്ങനെ ടൈറ്റ് ഉണ്ടോ? അതായത് ഞാൻ വേറെ അങ്ങോട്ട് വിശാല മനസ്സ് വിഷമിക്കണ്ട, വിധി ഉണ്ടെങ്കിൽ വീണ്ടും കാണാം. വിവാഹത്തിന് വിയറ്റ്നാമിൽ നിന്ന് വിസ എടുത്ത് വരണം. ഇങ്ങനെ പോട്ടെന്നല്ലേ, കണ്ടതിൽ വളരെ സന്തോഷം. ഓക്കെ, അനസ് വ്ലോഗ് 21. ഓക്കെ കൈ എല്ലാരും കുറ്റപ്പെടുത്താണ്ടാവും. ഒരു ദിവസം ആയിരിക്കും ഒരു ദിവസം. റൂട്ട് കനാൽ ആയിരുന്നു ഇപ്പൊ ചെറിയ പൊന്തിച്ചാൽ. എന്നാ ഓക്കെ എന്നാല് ബൈ, കാണാം. ഓക്കെ. അപ്പോൾ ഗൈസ് വലിയൊരു ഗ്യാങ്ങിൻ്റെ അടുത്ത് നിന്ന് വിട പറഞ്ഞു. നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു, നല്ലൊരു ക്യാച്ചിങ് മൊമെൻ്റാണ് എനിക്ക് കിട്ടിയത്. ഇനിയും ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബിൽ കോഴിക്കോട് വ്ളോഗ് ഇഷ്ടം പോലെ ഉണ്ട്. അധികവും കോഴിക്കോട് ബീച്ചിലായിരിക്കും. ഹായ്, എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? എങ്ങനെ ഓക്കെ ആണോ? കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് പോകുന്നു. ഓക്കെ, ഹൈറ ഉഷാറാണ്. ഇത്രേ ഉള്ളൂ, സിമ്പിൾ. ഒരു ആയി പറഞ്ഞോളൂ. ഓക്കെ ബൈ. യൂട്യൂബിൽ അനസ് വ്ലോഗ് 21. ഓക്കെ ബൈ. പിന്നെ ഗൈസ് ഞാൻ അധികവും ഇവിടെ വരുന്നത് നട്ടുവെച്ച പൊരിഞ്ഞ വെയിലത്തേക്ക്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു മനുഷ്യക്കുട്ടി പോലും ഉണ്ടാവില്ല. ഇപ്പം ഇവിടെ ഫുള്ള് ജനങ്ങൾ. ആരോടെ ചോദിക്കാന്നുള്ളതിൽ കൺഫ്യൂഷനാണ്. എന്താ പറയുക, ഇപ്പോൾ ഒരുപാട് ജനങ്ങളുണ്ട്. ഒരുപാടെന്ന് വെച്ചാൽ ഈ കോഴിക്കോട് നൈറ്റ് ലൈഫ് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ. ഏത് സമയത്ത് വന്നാലും ഉണ്ടല്ലോ ഇവിടെ ജനങ്ങളായിരിക്കും. 2 മണിക്ക് വന്നാലും 3 മണിക്ക് വന്നാലും ഇവിടെ വേറെ വൈബാണ് ഗൈസ്. ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെയൊക്കെ. കറക്കി കളിക്കുന്ന കണ്ടില്ലേ എൻ്റെ മോനെ. പിന്നെ എടുക്കണോ? എടുത്തു. ഓക്കെ ഓക്കെ. ഇത് യൂട്യൂബാണ്, യൂട്യൂബ്. യെസ്. കോഴിക്കോട് എങ്ങനെയുണ്ട്? ഫുൾ ഫിറ്റിലല്ലേ വന്ന്? അതെ, കുടിച്ച കള്ളമൊന്നും പറയും. വേടന്റെ പാട്ട് പറയും. കണ്ടോലെ പാട്ടൊന്നും പാടൂല, നിങ്ങളെ പാട്ട് പാടും. മണ്ണിന്മേൽ ശൂന്യാകാശം, മണ്ണിനടികിലോ മരണ പ്രദേശം, നിൻ ഭാവി നിന്നവകാശം, അതാജ്ഞാപി
ലഭിക്കാൻ ആർക്കവകാശം? ഭയമാണ് ഈ മണ്ണിൽ നാശം, ചുറ്റണ ഭൂമിക്കാർക്കവകാശം. ഒടുവില്ലാം ഒരു പിടിച്ചാരം അല്ലല്ലോ ആരടി മണ്ണിലൊരം. നേടിയതോ വാടിയതില്ല, നേടിയതൊന്നും മൂടിയതല്ല. വാടാത്തത് പൂവുമല്ല നെഞ്ചെരിയ മനസ്സീ മണ്ണിലില്ല. പാവങ്ങളോ പല നാറികളോ, കട്ടവനോ അത് നട്ടവനോ, ഈ ചിന്നവനോ ആ മന്നവനോ, ഈ മണ്ണിൽ പിറന്നാൽ മണ്ണിനിര, ഒരു നാൾ മണ്ണിനിര. ഓർത്തോ മണ്ണിനിര. ദരിദ്രനായി പിറന്നവർ പലരും, ധനികനായി വളർന്നവർ ചിലരും. ഇനിപ്പറ നീ ദരിദ്രനോ, ഇനിപ്പറ നീ ധനികനോ. വിധിയെ പഴിച്ച് പതിയെ കരഞ്ഞവൻ ദരിദ്രനും പലതേ പതിയെ മറന്നും ചിരിച്ചവൻ. നീ ദരിദ്രനോ ധനികനോ, പറ ദരിദ്രനോ ധനികനോ. കരഞ്ഞത് മതി മറക്കട്ട, ചിരിക്കട്ട, കിടന്നത് മതി ചട്ടക്കൂട്ടം എണ്ണിക്കട്ട, തുടങ്ങട്ട. വിധിയെ പഴിച്ചത് മതി ചട്ടക്കൂട്ടം എണ്ണിക്കട്ട, തുടങ്ങട്ട. ചാനൽ വരും. ഞാൻ റാപ്പാണ്. ഇത് വൈറലായി, ഇത് കത്തു. അനസ് വ്ലോഗ് 21. ബോസിന് നിങ്ങളെ പേരെന്താ? എന്റെ പേര് ചുണ്ടു. അടിപൊളിയുടെ റാപ്പ് കേട്ടോ, റാപ്പ് അടിപൊളിയാണ്. സാധനം നിങ്ങൾ ഇറക്കണം കേട്ടോ, ഇറക്കണം. എന്നാ വേറെ 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 എന്റെ മെയിൻ സാധനം ഞങ്ങൾക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേഷൻ ചെയ്തു. ഇനി അഗൈൻ വേറെ വൺ മോർ ഈ സാധനം തന്നെയാ. വേറെ വേറെ പിടിച്ചു. വേറെ ഇഷ്ടംപോലെ ഉണ്ട്, പക്ഷെ ഞാനത് വേടനൊക്കെ കത്തണോ? വേടം കത്തുമല്ലോ അറിയില്ല, അത് വേറെ കാര്യം. വേടം വേറെ, നമ്മളെന്ന് പറഞ്ഞ വിശ്വാസത്തിനെതിരെ പോരാടുന്ന മെയിനാണ്. നിങ്ങളെ ചാനൽ വരുവാണെങ്കിൽ അടുത്ത എന്തായാലും ആളുടെ പാട്ട് ഉറപ്പായിട്ടുണ്ടോ? ഓക്കെ, നിങ്ങൾ എവിടുന്ന് വരുന്നു? ഞങ്ങള് കൂളിമാട്. ഓക്കെ, എങ്ങനെയുണ്ട് ഈ കോഴിക്കോട് ബീച്ച്? കോഴിക്കോട് ബീച്ച് അടിപൊളിയല്ലേ? ഈ ഒരു കോഴിക്കോട് ബീച്ചിൽ നൈറ്റ് ലൈഫ് എങ്ങനെയുണ്ട്? നൈറ്റ് ലൈഫ് ആസ്വദിക്കാൻ വേണ്ടി വന്നതല്ലേ ഞങ്ങള്, അതാണ് നമ്മള് കലാകാരനെ ഇങ്ങോട്ട് വന്നത്. ഓ ഉറപ്പായത്. ഓക്കെ ഓക്കെ ബൈ. ഓക്കെ ഗൈസ്, എമ്മാരി റാപ്പാ ഗൈസ്. ഡബ്ല്യു കേട്ടോ, ഒന്നും പറയാനില്ല. ഒന്ന് ചിരിച്ചോ, യൂട്യൂബിലേക്കാ ചിരിച്ചോ. മതി. ഓക്കെ, അപ്പോൾ ഗൈസ് പോവാണ്, പോട്ടെ. ഓക്കെ, അപ്പോൾ ഗൈസ് എന്തൊക്കെയോ കളിക്കുന്നുണ്ട് ഗൈസ്. എന്ത് പോലെ എവിടെയായിരുന്നു ഇത്രയും കാലം? ഓക്കെ, ബ്രോനെ കാണാൻ വേണ്ടി മാത്രം വന്നാണ്. അമ്മു തൃശ്ശൂർന്നു ബ്രോനെ കാണാൻ വേണ്ടി വന്നു. പിന്നെ മറ്റൊരു ഫാൻ ബോയ് കൂടി. ട്രെയിനിൽ എങ്ങനെ സേഫ് ആയിരുന്നു? ട്രെയിനല്ല, ഞാൻ ബൈക്കിൽ ബ്രോനെ കാണാൻ വേണ്ടി വന്നതാണ്. ബൈക്കിലോ? ബ്രോയുടെ വരുന്നുണ്ടെന്ന് പറഞ്ഞു, അപ്പൊ തന്നെ ബ്രോനെ കാണാൻ വെച്ചു. ഇവൻ ബ്രോന്റെ അടുത്ത ഫാനാണ്. തൃശ്ശൂരിന്ന് ഇതും എന്റെ സുഹൃത്താണ് സായി. അപ്പൊ രണ്ടുപേരും ഒന്നിച്ചാണ്. നിങ്ങളെങ്ങനെ നടന്നിട്ടാ വന്നേ? തൃശ്ശൂർ. അപ്പൊ എങ്ങനെയുണ്ട് കോഴിക്കോട് ബീച്ച്? എങ്ങനെയുണ്ട്? അതാണ് എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ ആണ്. ഓക്കെ, എന്തെങ്കിലും അല്ല, ഇതിന്റെ പൊതുജനങ്ങൾ അതിൽ ഫുള്ള് ഉണ്ടാവുക, റാൻഡം സ്ട്രേഞ്ചേഴ്സ്. എനിക്ക് നിങ്ങളെ അറിയില്ല, ഞങ്ങൾക്ക് ഇന്നെ അറിയില്ല അല്ലേ? സത്യം പറഞ്ഞാൽ ഇന്നെ കാണാൻ വന്നൊന്നല്ലല്ലോ. അല്ല, ബ്രോനൊരു മോട്ടിവേഷൻ ആയിക്കോട്ടെ. ഓക്കെ, താങ്ക് യു. ബ്രോന്റെ പേരെന്താ? എന്റെ പേര് അനസ്. ബ്രോന്റെ ചാനൽ നാട് ഇവിടെ തന്നെ, കോഴിക്കോട്. അപ്പൊ എങ്ങനെയുണ്ട് കോഴിക്കോട് ബീച്ച്? എങ്ങനെയുണ്ട്? അതാണ് എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ ആണ്. ഓക്കെ, എന്തെങ്കിലും ഇവിടെ അപ്ഗ്രേഡ് ആയിട്ട് വരേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഒന്നും അപ്ഗ്രേഡ് ആവണ്ട, ഇങ്ങനെ തന്നെ കിടന്നാൽ മതി. ചാനൽ അനസ് വ്ലോഗ് 21. കൊറേ നേരം ഇന്റർവേറ്റ് ആണോ? ഞാനോ? അല്ല, ബ്രോ ഇന്റർവേട്ടോ. എന്നാ ഒരു പാട്ട് പാടി. അല്ല, അനസ് വ്ലോഗ് 21. അപ്പൊ നിങ്ങള് നാളെ വൈറലാവും കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ എന്നാ പോട്ടെ. ഓക്കെ, കണ്ടതിൽ വളരെ സന്തോഷം. ഓക്കെ, ബൈ. ഗൈസ്, ഇനിയാണ് നമ്മൾ പഴയ കോഴിക്കോട് ബീച്ചിലേക്ക് കയറാൻ വേണ്ടി പോകണത്. ഇതുവരെ പുതിയ കോഴിക്കോട് ബീച്ചിലായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ പുതിയ കോഴിക്കോട് ബീച്ചിൻ്റെ നൈറ്റ് ലൈഫ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് ജനങ്ങൾ ഈ ഒരു സൈഡിലാണ് അധികം ആൾക്കാർ ഇരിക്കുക. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇരിക്കുന്നവർക്ക് ഭയങ്കര സമാധാനം കിട്ടും. ഇനിയിപ്പോൾ അത്ര മതി, എനിക്കൊന്നും പറയാനും അറിയില്ല. അപ്പോൾ ഇവിടേക്ക് ഇറങ്ങിയ ഗൈസ് പഴയ കോഴിക്കോട് ബീച്ച്, കറക്റ്റ് പഴയ കോഴിക്കോട് ബീച്ച്. അപ്പോൾ നമുക്ക് നോക്കാം.
അപ്പോൾ ഇന്ന് കോഴിക്കോട് ബീച്ചിൻ്റെ നൈറ്റ് ലൈഫാണ് ഗൈസ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഒരുപാട് ഉപ്പിലിട്ടതൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ ഒരു ബീച്ചിലേക്ക് തന്നെ വരണം. പിന്നെ നേരെ അപ്പുറത്തൊരു മുഗ്ദാർ ബീച്ച് ഉണ്ട് ഗൈസ്, അപ്പോൾ അവിടെയുണ്ട്. പിന്നെ നേരെ അപ്പുറത്തേ പോയ ബട്ട് റോഡ് ഉണ്ട്, അവിടെയും വേറെ ബീച്ചാണ്. അപ്പോൾ ഗൈസ് ഇവിടെ കണ്ടോ, എൻ്റെ മോനെ പൊളി സാധനങ്ങളല്ലേ ഇവിടെ. ചേട്ടൻ വലിയ പണിയില്ല, വലിയ ഓവറായിട്ട് ചോദിക്കാൻ പോയാലേ യൂട്യൂബൊക്കെ എടുത്ത് പോയിക്കോളാൻ പറയും. അപ്പോൾ ഗൈസ് ഇനി അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഈ ഇരുടായിക്കൊണ്ട് നിൽക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ അങ്ങനെയാണ് ഗൈസ്. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കാം, ഇവിടെ ഇങ്ങനെ റെസ്റ്റ് എടുക്കാം, ഒരുപാട് ഇങ്ങനെ പല പല മൊമെൻറ്റുകൾ ഇങ്ങനെ ക്യാച്ച് ചെയ്യാം. പിന്നെ നല്ല നല്ല ചായയും കടിയും പിന്നെ മുളക് ബജ്ജി അങ്ങനത്തെ ഒരുപാട് സ്പെഷ്യൽ സാധനങ്ങൾ ഈ ഒരു സൈഡിൽ കിട്ടും. ഇവിടെ ഫുള്ള് മണലാണ്, ഇങ്ങനെ പോയിക്കൂടെ ഇങ്ങനെ നടക്കണം, വേറെ വൈബാണ്. അത് എക്സ്പീരിയൻസ് ചെയ്തവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. പിന്നെ ഒരുപാട് പുറത്തുള്ളവരൊക്കെ വന്നിട്ട് ഇതെന്താ ഗൈസ്, ഇതെന്താണ്? ഏയ് കമോൺ, യെസ് 100 റുപ്യൊക്കെ തരാം. അതെന്താ വർക്കാവുണ്ടോ കേട്ടോ, ഇതൊന്ന് പൊന്തിക്ക്. ഇതെന്താണ് സംഭവം ഗൈസ്? ഇത് 100 രൂപ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു സംഗതിയാണിത് ഈ കാണുന്നത്. യോ 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 क्यों कौन 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 न्यू मतलब तो थक तो और एक तो अरे हिंदी बोलो ना नो ना करो. अरे हिंदी बोलो. ए क्या हिंदी 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 ओके. दी कौन सा 200 ഗൈസ്. ഈ ഒരു സാധനത്തിന് 200 റുപ്പീസ്. 2-3 LED കത്തിച്ച് ഫുള്ള് ഉള്ളിലൊരു ബലൂണ് വീർപ്പിച്ച് വിറ്റ് ഇവർ കഴിച്ചിലാവും. ഈ രക്ഷപ്പെടും, കഴിച്ചിലാവും. ഗൈസ് 200 കുറച്ച് വേണ്ട, വെച്ചു. നോ 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 ഗൈസ് ഭയങ്കര ബാർഗെയിങ്ങിങ് ആണ്. നോ 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 ഇനിയിപ്പോൾ ലാസ്റ്റ് എനിക്ക് വെറുതെ തരും ഗൈസ്. മതി വെച്ചു ഗൈസ്. നമ്മളെ ട്രാക്ക് പിടിക്കുന്നുണ്ട്, ഞങ്ങന്ന് പറയുന്നുണ്ട്. മച്ചാനെ ഒരു വ്ളോഗായിരുന്നു, ചിരിച്ചോ? ചിരിക്കൂ. ബ്ലോഗിന്റെ പേര് അതെ. അങ്ങനെ ചെറിയൊരു ഗ്യാസ് ഷെയ്ഡ് പ്രശ്നം. ബ്രോന്റെ പേരെന്താ? ഇതിലാരാണ് ഏറ്റവും അടിപൊളിയായിട്ട് പാട്ടൊക്കെ പാടുക? ഇതിലില്ലേ, ഇതില് വേടനെ തോൽപ്പിക്കുന്ന ഒരു റാപ്പർ ഉണ്ട്. ആ റാപ്പറെ പാട്ട് ഇതിലുണ്ട് ഓൾറെഡി. അത് നിങ്ങൾ ഈ വ്ളോഗ് അപ്ലോഡ് ആകുമ്പോൾ കേൾക്കും. അപ്പൊ നിങ്ങൾ ആ കടത്തി പറ്റുന്ന ഒരു റാപ്പ് നിങ്ങൾ ഇറക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളായിരിക്കും ഡബ്ല്യു. പിന്നെ ഈ തൊപ്പില്ലേ, തൊപ്പിന്റെ ലൈവ് എങ്ങനെയുണ്ട്? തൊപ്പിന്റെ ലൈവ് എന്താ ഉഷാറാണ്. നിങ്ങൾ പാട്ട് പാടുമോ ലാസ്റ്റ് ആയിട്ട്? ഞാൻ 2-3 സിനിമയിലൊക്കെ ഉണ്ട്. ഏതാ പടം? എങ്ങനെ ഫിലിമിൽ എങ്ങനെയാണ് ഈ എങ്ങനെ കാര്യങ്ങളൊക്കെ? സിനിമയിൽ ഇപ്പോൾ ഭയങ്കര മോശമാണ്, പടങ്ങളൊക്കെ കമ്മിയാണ് ഇപ്പം. അപ്പൊ ഇപ്പൊ ലാസ്റ്റ് ഒരു പടം വരാണ്ട് പൃഥ്വിരാജിന്റെ റിലീസ് ആകുമ്പോ പറയാം. അപ്പൊ എന്നാല് നിങ്ങൾ പാട്ട് പാടൂല? വേറെ ടാസ്ക് ആയിട്ട് വന്നതല്ല, ജസ്റ്റ് ഒരു പാട്ട് പാടുന്ന ചോദിച്ചോ. ഓക്കെ, ഞാൻ എന്നാ വേറെ കാര്യം പറയാം. ഈ ബീച്ചിൽ രാത്രി കാലങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാം? എന്താ വെച്ചാൽ ഇവിടുത്തെ ആൾക്കാരുടെ നോട്ടങ്ങളൊക്കെ ഒന്ന് കുറച്ചാൽ മതി. ഈ കപ്പിൾസ് ഒക്കെ ആയിട്ട് ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു നോട്ടം, സദാചാരം. അല്ലല്ല, അങ്ങനെയല്ല. ഞാൻ എന്താ വെച്ചാൽ അരമണിക്കൂറോണോ ഒന്നിനെ സെറ്റാക്കി അത്രയും കഴിവുള്ള ഒരു വ്യക്തിയാണ്. കല്യാണം കഴിക്കാനുള്ള അങ്ങനെയല്ല. ബ്ലോഗിന് വേണ്ടി വെറുതെ പറയണ്ട. ഗൈസ് ഇനി നമുക്ക് പോവാം, ഒക്കെ തമാശ ആക്കി എടുക്കണേ ഗൈസ്. ഓക്കെ, പേരെന്താ?
ഡെസ്ന ഡെൽബിയ. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബർ അല്ലേ? അതെ അതെ. ഓക്കെ, അപ്പോൾ എവിടുന്ന വരുന്നേ? ഞാൻ കോഴിക്കോടാ. ഓക്കെ, എങ്ങനെയുണ്ട് കോഴിക്കോട് ബീച്ച്? കോഴിക്കോട് ബീച്ച് പൊളിയാണ്. പൊളിയാണ്. ഓക്കെ, ഫുഡോ? അതെ, സെറ്റാ. സെറ്റാണ്. ഓക്കെ, ഉഷാറല്ലേ എന്നിട്ട്? അതെ, ഓക്കെ, എന്താ ചെയ്യുന്നത്? നഴ്സ്. എൻ്റെ വ്ളോഗ് സൂപ്പർ അല്ലേ? ഓ അതെ അതെ. ഓക്കെ, അപ്പോൾ ഇത് അടിപൊളി വ്ളോഗായിരിക്കും. അപ്പോൾ ഒരു ഹായ് പറഞ്ഞോളൂ. ഹായ്. ഓക്കെ, എന്നാ ബൈ. നമ്മളെ സബ്സ്ക്രൈബേഴ്സ് എല്ലാ സ്ഥലത്തും ഉണ്ട്. ബീച്ചിൽ നിന്ന് ഇങ്ങനെ വിട പറഞ്ഞ് പോവാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നടന്ന് എത്തി ഗൈസ്. കാണലിന്റെ വീഡിയോ നമ്മളൊക്കെ ഒരു നാട്ടുകാരല്ലേ? ആണല്ലേ? ഓക്കെ ഓക്കെ. എവിടെയാണ്? ഞാൻ പുതിയങ്ങാടി. ഓക്കെ, നമുക്ക് ആണല്ലേ? ഓക്കെ, എങ്ങനെയുണ്ട് പേര്? നാദാപുരമുള്ള ആൾക്കാരാ. ഓക്കെ, നാദാപുരം എങ്ങനെയുണ്ട്? ഇവിടെ കോഴിക്കോട് ബീച്ച്. കോഴിക്കോട് ഇതൊക്കെ വ്ളോഗേഴ്സ്. എന്താ വ്ളോഗ് ചെയ്യുന്നില്ല? ഞാൻ ചെയ്യില്ലടാ, വെറുതെ ആണ്. ചാമ്പല്ലേ നിങ്ങള്? ചാമ്പല്ലേ? അല്ലല്ല, കാര്യം അതാ ഫുഡി കപ്പിൾ ആണ്. ഫുഡി കപ്പിൾ ഗൈസ്. കണ്ടോ അവിടെ നിൽക്കണൊക്കെ നമ്മള് ഫാൻസ് ആണ്. ഫാനിന് എന്താ പറയാനുള്ളത്? കൈ വിട. നൈറ്റ് ലൈഫ് എങ്ങനെയുണ്ട് കോഴിക്കോട് ബീച്ച്? ഓക്കെ, ഈ ഒരു ഓക്കെ ഒരായി കുറ. ഓക്കെ, ഇതാരാണ്? ഒരു പച്ച കാറൊക്കെ റെന്റിന് കൊടുക്കുന്ന ആളാണ്. മടിയാണ് ആണ്. കാർ റെന്റിന് കൊടുക്കുന്ന പരിപാടിയാ. ഗ്ലാസ് പുറത്ത് തിരിച്ചാടാ. നമുക്ക് പരമാവധി സൂം ചെയ്യാം. അവർക്ക് കുറവുണ്ട്. നല്ല കുറവല്ലേ? നല്ല കുറവായിരിക്കും. ഇങ്ങനെ 2 കളർ ഷർട്ടൊക്കെ അല്ലേ? 2 കളർ ഷർട്ടൊക്കെ. ഓക്കെ, തെരഞ്ഞെടുത്തതാ? ഓക്കെ, അപ്പൊ നല്ല ഉഷാറാക്കി നിങ്ങൾ. എന്നാല് ബീച്ചത്തെ മെയിൻ ആള് മെയിനാ. നിങ്ങൾക്ക് ബീച്ചിനെ കുറിച്ച് 2 വാക്ക് പറയാൻ വേണ്ടി പറ്റുമോ? നാദാപുരം ബീച്ചില്ലേ? നാദാപുരം ബീച്ചില്ല. കോഴിക്കോട് ബീച്ചിനെ പറ്റി പറയാനാണെങ്കിൽ ഇവിടെ നമുക്ക് ടൈം ലിമിറ്റും കാര്യമൊന്നുമില്ല. അതെ അതെ. കുട്ടിക്കും ഒരു പെൺകുട്ടിക്കും വന്നിരിക്കാൻ പറ്റിയ സ്ഥലമാണ്. നാട്ടുകാരെ കൊണ്ടോ ഇവിടെയുള്ള ആൾക്കാരെ കൊണ്ടോ യാതൊരു ഉപദ്രവവും ഇല്ലാത്തൊരു സ്ഥലമാണ്. ഓക്കെ, അപ്പൊ ഗൈസ് ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടുന്ന് വിട പറയാണ്. ഇന്നൊന്ന് അപ്പുറത്ത് ഇറക്കി തരുമോ? എന്നാ നമ്മള് ഒരു ഹായ് പറഞ്ഞോളി. നിങ്ങളല്ലേ ഇപ്പൊ പിടിച്ചു കളിച്ച്? പേരെന്താ? മുഹമ്മദ്. എങ്ങനെയുണ്ട്? പ്രേക്ഷകരോട് 2 വാക്ക് പറയാൻ വേണ്ടി പറ്റും? എല്ലാ ഡോണുകളും ഉണ്ടല്ലോ അവിടെ. ആഷിർ ഇപ്പൊ എന്ത് ചെയ്യുന്നു? പാബ്ലോ. ആഷിർ പാബ്ലോ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫാൻ എന്താ പറയുക? ഫ്രണ്ട്സ്. അപ്പൊ ഓനക്ക് വേണ്ടി 2 വാക്ക് പറഞ്ഞോളൂ. ആഷിർ നല്ലൊരു മനുഷ്യനാണ്. ആഷിർ നല്ലൊരു വ്യക്തിയാണ്. നല്ല ഹൃദയമുള്ള ഒരാളാണ്. ലേശം വിവരം കുറവാണ്, അത്രേ ഉള്ളൂ. മതി, ഇന്നത്തേക്കുള്ളായി. ഓക്കെ, ഞാൻ പോയി. ഓക്കെ, അപ്പൊ ഗൈസ് ഇന്നത്തേക്കുള്ളായി. ഇനി നമുക്ക് പോവാം ഗൈസ്. അപ്പൊ ഗൈസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇവിടെ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ തന്നെ പറയാൻ വേണ്ടി പോവാണ്. ഒരു ഫുഡിൻ്റെ സ്ട്രീറ്റ്, ഒരു ചെറിയൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നടത്തുന്ന ഒരു ഫുഡിൻ്റെ സ്ട്രീറ്റ് വേണം. വേണമെങ്കിൽ നമ്മളിങ്ങനെ നടന്നു പോകണ ആ വഴിയിൽ കൊടുക്കും ചെയ്യാം. പിന്നെ നൈറ്റ് ലൈഫിൽ വരുത്തേണ്ട ചെറിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ചെറിയൊരു എമർജൻസി എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസ് ആർക്കെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു ക്ലിനിക്ക് അത് വേണം. അത് മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ അതൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ചെറിയ എന്താ പറയുക, പിന്നെ എല്ലാം ഓക്കെ ആണെന്ന് തോന്നുന്നു. അതൊക്കെ ഇവിടെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് കൊടുക്കേണ്ടിയുള്ളൂ. പിന്നെ ഒരുവിധം ആൾക്കാരൊക്കെ വരുന്ന സ്ഥലമാണ് ഈ കോഴിക്കോട് ബീച്ച്. അടിപൊളി എന്ന് വെച്ചാൽ കോഴിക്കോട് ബീച്ചിൽ വന്നവർക്ക് അറിയാൻ പറ്റും കോഴിക്കോട് ബീച്ചിൻ്റെ നൈറ്റ് ലൈഫിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ ഇത്ര തന്നെ പറഞ്ഞുകൊണ്ട് വീഡിയോസ് അവസാനിക്കാൻ വേണ്ടി പോവാണ്. ഇനി നേരെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ എല്ലാവരും മാക്സിമം ലൈക്ക് അടിക്കുക. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ വ്ളോഗിലേക്ക് വരുന്നത്. പിന്നെ ഇനി പഴയമാരുള്ള കളികളൊക്കെ നിർത്താൻ വേണ്ടി പോവാണ്. പഴയമാരി എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കളികളാണ്, എൻ്റെ വ്ളോഗ് കണ്ടാലേ മനസ്സിലാവുള്ളൂ. ഭയങ്കര സീനാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ അടിപൊളി വീഡിയോസായിട്ട് ഇനി വരുന്നതാണ്. ഓക്കെ, ബൈ.